ഇപ്പോഴത്തെ ടെസ്റ്റ് പേപ്പറുകൾ അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ പഠിച്ചാൽ തന്നെ പ്രീവിയസ് ആണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. ഒരിക്കൽ ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും, ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കും അങ്ങനെ തന്നെ പേപ്പർ കൊടുക്കില്ല, എഴുതിയാലും മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് പേപ്പർ കൊടുക്കില്ല. പിന്നെ ഫോക്കസിൻ്റെ പ്രീവിയസ് ടെസ്റ്റ് പേപ്പർ നടത്തുമായിരുന്നു. അതിലൊന്ന് നല്ലതായിട്ട് എടുത്തു വെച്ച് പഠിച്ചു. വീട്ടിൽ വന്ന് ഇവിടെ കുറച്ച് കുറേ കുട്ടികളുണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. അങ്ങനെ ടോപ്പ് ലിസ്റ്റിൽ 10 വരെ പേരൊക്കെ എഴുതുമ്പോൾ അതിലൊക്കെ വന്നു തുടങ്ങിയപ്പം എന്തോ ഒരു പ്രചോദനം. അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. വളരെ കുറച്ച് കാലം മാത്രമേ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ജോലി കിട്ടാൻ. നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നേരത്തെ ജോലി കിട്ടുമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും. നമ്മൾ വെറുതെ കളിച്ച് എന്നുള്ള ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കിട്ടൂല. പക്ഷേ നമ്മൾ ആത്മാർത്ഥത പഠിച്ചിട്ടുണ്ടെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും നമുക്ക് പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കിട്ടും. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കുറച്ച് താമസിച്ചേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലതേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. എത്ര താമസിച്ചാലും ഏറ്റവും നല്ലത് മാത്രമേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. ഇപ്പോഴും ഈ ജോലി എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ജോലിയാണെന്നോ എങ്ങനെയാണ് സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ എൻ്റെ വീട്ടുകാരായാലും ഭർത്താവായാലും പിള്ളേരായാലും എല്ലാം എനിക്ക് ഏറ്റവും നല്ലതേ ദൈവം തന്നിട്ടുള്ളൂ. അവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നിങ്ങളടുത്ത് പറയാൻ. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ പാതി വലിച്ച് നമ്മൾ നിർത്തി വീട്ടിയിരിക്കും. പക്ഷേ അവരെ ഇതുവരെ കുറ്റപ്പെടുത്തില്ല, ഇത്രയും കാലമായിട്ട് കിട്ടിയില്ലേ, എത്ര ദിവസമായിട്ട് പോകണം, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആൾക്കാർ പറയുമായിരിക്കും, പക്ഷേ വീട്ടിലുള്ളവർ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ ഇത്രയും കാലം വരാൻ പറ്റിയതും എനിക്ക് ജോലി കിട്ടിയതും. അതുകൊണ്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, കുറച്ച് ദിവസം പഠിച്ച് അത് കഴിഞ്ഞ് ലിസ്റ്റിലൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വീട്ടിൽ നിർത്തിയിരിക്കരുത്. നിങ്ങൾക്കൊരു ജോലിയുടെ അഡ്വൈസ് പറഞ്ഞവരെ നിങ്ങൾ വരണം. ചിലപ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ പറയുമ്പോൾ വിഷമം തോന്നും. പക്ഷേ നമുക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പം അവർ നമ്മളടുത്ത് ഇതുവരെ പെരുമാറിയതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ വീട്ടുകാർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ട ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്ക് ജോലി. അത് ഞാൻ ഇപ്പം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. നമ്മളെ വീട്ടുകാർക്ക് നല്ല സന്തോഷം. നമ്മൾ ചിലപ്പോൾ സ്വർണ്ണം വാങ്ങിക്കൊടുത്താലോ പൈസ കൊടുത്താലോ ഒന്നും ഈ സന്തോഷം കിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവരനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ അവർ സ്വർഗ്ഗത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെ, ചേട്ടൻ്റെ വീട്ടുകാരും എല്ലാം. അതുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും, പക്ഷേ ആ ടെസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ നമ്മളെ പേര് വരില്ല. നമ്മൾ അതോടെ നിർത്തി വീട്ടിയിരിക്കും. അങ്ങനെ ചെയ്യരുത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം. നമ്മൾ എത്രയോ ടെസ്റ്റ് ഞാൻ ചിലപ്പോൾ ലിസ്റ്റിൽ വരുമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ PSCയിൽ എൻ്റെ പേരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അവർ മറന്നു പോയിട്ടുണ്ടായിരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കറുപ്പിച്ച തെറ്റാണോ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും നല്ല ജോലി നമുക്കനുസരിച്ച് നമ്മളെ യോഗ്യത അനുസരിച്ച് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങളാരും മടുക്കാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എനിക്ക് ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ജോലി കിട്ടും.